പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 86ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രീ ഓഫ് ലൈഫ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സസ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പോഷകസമൃദ്ധമായ ഈ സസ്യം എല്ലാവർക്കും പരിചിതമാണ്. പ്രത്യേക പരിചരണം കൂടാതെ തന്നെ വളരുന്ന ഈ സസ്യത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഈ സസ്യത്തെ മിറാക്കിൾ ട്രീ എന്ന് പറയുന്നു. പറഞ്ഞു വരുന്നത് നമ്മുടെ മുരിങ്ങയെക്കുറിച്ചാണ്. മുരിങ്ങയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. മോറിംഗ ഒളിഫറ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന മുരിങ്ങ മൊറിംഗേസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന വേനലിനെ അതിജീവിക്കാൻ കഴിയുന്ന വളരെ വേഗം വളരുന്നതുമായ ഒരു ചെറിയ മരമാണ്. വടക്കേ ഇന്ത്യൻ സ്വദേശിയായ മുരിങ്ങ ഇന്ന് തെക്കൻ ഏഷ്യയിലെയും തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും രാജ്യങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. സസ്യത്തിൻ്റെ മറ്റു പേരുകളാണ് ഡ്രംസ്റ്റിക് ട്രീ, ഹോഴ്സ് റാഡിഷ് ട്രീ എന്നിവ. ഏഷ്യയിലെ ആർച്ചിപ്പലാഗോ ഭാഗങ്ങളിൽ ഈ സസ്യത്തെ മലങ്കായ് എന്ന് വിളിക്കുന്നു. ത്രികോണാകൃതിയിൽ വണ്ണം കുറഞ്ഞ നീണ്ട കായ്കൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇതിനെ ഡ്രംസ്റ്റിക് ട്രീ എന്ന് വിളിക്കുന്നത്. സസ്യത്തിൻ്റെ വേരുകൾക്ക് കുതിര റാഡിഷിൻ്റെ രുചിയുള്ളതിനാലാണ് സസ്യത്തെ ഹോഴ്സ് റാഡിഷ് എന്ന് വിളിക്കുന്നത്. മൂപ്പെത്താത്ത കായ്കൾക്ക് വേണ്ടിയും ഇലകൾക്ക് വേണ്ടിയുമാണ് സസ്യം വ്യാപകമായി കൃഷി ചെയ്യുന്നത്. രണ്ടും പച്ചക്കറി ഇനമായി ഉപയോഗിക്കുന്നു. വളരെ വേഗം വളരുന്ന മുരിങ്ങ 10 മുതൽ 12 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു. കാണ്ഡത്തിന് 46 സെൻറ്റിമീറ്റർ വരെ വണ്ണം ഉണ്ടാകാം. സസ്യത്തിൻ്റെ തൊലിക്ക് വെള്ള കലർന്ന ചാരനിറമാണ്. മൂപ്പെത്താത്ത കമ്പുകൾ പർപ്പിൾ നിറത്തിലോ ചാരം കലർന്ന വെള്ള നിറത്തിലോ രോമാവൃതമായ തൊലിയോടുകൂടി കാണപ്പെടുന്നു. സസ്യത്തിൻ്റെ ശാഖകൾ എളുപ്പം പൊട്ടുന്നവയാണ്. പൂക്കൾ സുഗന്ധമുള്ളതും ദ്വിലിംഗവുമാണ്. ഓരോ പൂവിലും തുല്യമല്ലാത്ത ഞരമ്പുകളോടുകൂടിയ മഞ്ഞ കലർന്ന 5 വെളുത്ത ഇതളുകൾ ഉണ്ടായിരിക്കും. പൂക്കൾക്ക് 1 മുതൽ 1.5 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയും ഉണ്ടായിരിക്കും. അവ വണ്ണം കുറഞ്ഞ രോമാവൃതമായ തണ്ടുകളിൽ വ്യാപിച്ചു കിടക്കുകയോ താഴേക്ക് തൂങ്ങിക്കിടക്കുകയോ ചെയ്യും. ഓരോ പൂങ്കുലയ്ക്കും ഏതാണ്ട് 10 മുതൽ 25 സെൻറ്റിമീറ്റർ നീളമുണ്ടായിരിക്കും. സസ്യം നട്ടുകഴിഞ്ഞ് 6-ാം മാസം മുതൽ പൂക്കളുണ്ടാകാൻ തുടങ്ങുന്നു. തണുത്ത പ്രദേശങ്ങളിൽ വർഷത്തിലൊരിക്കൽ മാത്രം വസന്തത്തിൻ്റെ അവസാന കാലത്തോ വേനലിൻ്റെ ആദ്യഭാഗത്തോ ആണ് പൂക്കൾ ഉണ്ടാവുന്നത്. ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലും പൂക്കൾ ഉണ്ടാവുന്നു. കായകൾ ബ്രൗൺ നിറത്തിൽ 3 വശങ്ങളോടുകൂടി 20 മുതൽ 45 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ ക്യാപ്സ്യൂളായി തൂങ്ങിക്കിടക്കുന്നു. കായ്ക്കുള്ളിൽ ഇരുണ്ട ബ്രൗൺ നിറത്തിലുള്ള വിത്തുകൾ കാണാം. അവയ്ക്ക് വെളുത്ത നിറത്തിൽ പേപ്പർ പോലെയുള്ള ചിറകുകൾ ഉണ്ടാവും. ഈ ചിറകുകൾ കാറ്റ് മുഖേനയും ജലം മുഖേനയുമുള്ള വിത്ത് വിതരണത്തിന് സഹായകമാണ്. കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ മുരിങ്ങമരം ഓരോ വർഷവും 1 മുതൽ 2 മീറ്റർ ഉയരത്തിൽ വെച്ച് മുറിച്ചു മാറ്റുന്നു. ഇലകളും കായ്കളും കയ്യെത്തും ദൂരത്തിൽ വെച്ച് ശേഖരിക്കാൻ ഇത് സഹായകമാണ്. സസ്യത്തിൻ്റെ ജീനസ് നാമധേയമായ മുരിങ്ക തമിഴ് പദമായ മുറിങ്കായ് എന്ന വാക്കിൽ നിന്നും ഉണ്ടായതാണ്. ട്വിസ്റ്റഡ് പോഡ്
എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. സ്പീഷീസ് നാമമായ ഒളിഫറെ ലാറ്റിൻ വാക്കുകളായ ഓലിയം, ഫെറെ എന്നീ പദങ്ങളിൽ നിന്നും ഉണ്ടായതാണ്. ഓയിൽ വഹിക്കുന്ന എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം. ഗുരുതരമായ രോഗങ്ങളൊന്നും മുരിങ്ങമരത്തെ ബാധിക്കാറില്ല. ഇന്ത്യയിൽ ചില ഷഡ്പദ കീടങ്ങളും അവയുടെ പുഴുക്കളും സസ്യത്തെ ആക്രമിക്കാറുണ്ട്. ബാർക്ക് ഈറ്റിംഗ് കാറ്റർപില്ലർ, നൊക്റ്റൂയിഡെ വിഭാഗത്തിൽപ്പെട്ട ബഡ്വേംസ് എന്നിവ സസ്യത്തിൻ്റെ ഇലകൊഴിച്ചിലിന് കാരണമായി തീരുന്നു. സസ്യത്തിന് കേടുപാടുകൾ വരുത്തുന്ന മറ്റ് ഇനങ്ങളാണ് അഫിഡുകൾ, തണ്ടുതുരപ്പൻ, ഫ്രൂട്ട് ഫ്ലൈസ് എന്നിവ. ചിലയിടങ്ങളിൽ ചിതലുകളും സസ്യത്തിന് ചെറിയ തോതിൽ നാശം വിതയ്ക്കാറുണ്ട്. ലെവില്ലുല ടോറിക്ക എന്ന വെളുത്ത പൗഡർ പോലെയുള്ള ജീവികളുടെ, അതായത് പൗഡറി മിൽഡ്യൂവിൻ്റെ ആതിഥേയ സസ്യമാണ് മുരിങ്ങ. പപ്പായ സസ്യങ്ങളെ നശിപ്പിക്കുന്ന കീടങ്ങളാണ് ഇവ. പ്രധാനമായും ഉഷ്ണമേഖല, ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന ഈ സസ്യത്തിന് ഏതു തരം മണ്ണിലും നന്നായി വളരാൻ സാധിക്കും. എങ്കിലും നിർവീര്യമായതോ അല്പം അസിഡിക് സ്വഭാവമുള്ളതോ ആയ, അതായത് pH 6.3 മുതൽ 7 വരെയുള്ള നല്ല നീർവാഴ്ചയുള്ളതുമായ മണൽ മണ്ണാണ് കൂടുതൽ അഭികാമ്യം. വെള്ളം കെട്ടിനിൽക്കുന്ന ഇടങ്ങളിൽ വളരുന്ന സസ്യത്തിൻ്റെ വേരുകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നല്ല സൂര്യപ്രകാശവും ചൂടും ഇഷ്ടപ്പെടുന്ന മുരിങ്ങ കഠിനമായ തണുപ്പിനെയും മഞ്ഞിനെയും അതിജീവിക്കില്ല. മഴ കൊണ്ട് മാത്രം ഇവയ്ക്ക് വളരാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ മുരിങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. മുരിങ്ങക്കായുടെ വാർഷിക ഉൽപ്പാദനം 1.2 മില്യൺ ടൺ ആണ്. 380 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ നിന്നുമാണ് ഇത്രയും ഉൽപ്പാദനം നടത്തുന്നത്. വീടുകളിലെ തോട്ടങ്ങളിൽ ഇവ ജൈവവേലി പോലെ വളർത്തുന്നു. ഫിലിപ്പൈൻസിലും ഇന്തോനേഷ്യയിലും ഇലയ്ക്ക് വേണ്ടിയാണ് സാധാരണയായി മുരിങ്ങ വളർത്തുന്നത്. അവിടങ്ങളിൽ ഭക്ഷണാവശ്യത്തിനായി മുരിങ്ങ ഉപയോഗിക്കുന്നു. തായ്വാനിലെ പച്ചക്കറി ഗവേഷണ കേന്ദ്രമായ വേൾഡ് വെജിറ്റബിൾ സെന്റർ വളരെ കാര്യക്ഷമമായി മുരിങ്ങ കൃഷി ചെയ്യുന്നു. കൂടാതെ മധ്യ അമേരിക്കയിലെ കരീബിയ, തെക്കേ അമേരിക്കയിലെ വടക്കൻ രാജ്യങ്ങൾ, ആഫ്രിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ, ഓഷ്യാനയിലെ വിവിധ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും കൃഷി ചെയ്തു വരുന്നു. മുരിങ്ങയിൽ നിന്നും എടുക്കുന്ന ഓയിൽ ഫുഡ് സപ്ലിമെൻ്റായി ഉപയോഗിക്കുന്നു. കൂടാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ അടിസ്ഥാന ഘടകമായും ഓയിൽ ഉപയോഗിക്കുന്നു. മുരിങ്ങയുടെ വിത്തുകൾ ജൈവ ഇന്ധനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. സാധാരണ രീതിയിൽ മനുഷ്യർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഭക്ഷ്യവസ്തുവാണ് മുരിങ്ങ. എന്നാൽ പരീക്ഷണശാലയിലെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മരത്തിൻ്റെ വേരിലും തൊലിയിലുമുള്ള ഘടകങ്ങൾ ചിലരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുതന്നെ അമിതമായി ഭക്ഷിച്ചാൽ മാത്രം. സസ്യത്തിൻ്റെ ഇല, പാകമാകാത്ത പച്ചക്കായകൾ, പൂക്കൾ, മൂക്കാത്ത വിത്തുകൾ, വേരുകൾ എന്നിവയെല്ലാം ഭക്ഷ്യയോഗ്യമാണ്. ഇലയിലാണ് കൂടുതൽ പോഷകാംശങ്ങൾ അടങ്ങിയിട്ടുള്ളത്. വൈറ്റമിൻ ബി, സി, പ്രോവൈറ്റമിൻ എ, ബീറ്റാ കരോട്ടീൻ, വൈറ്റമിൻ കെ, മാംഗനീസ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, പ്രോട്ടീൻ, ഫൈബർ എന്നിവയുടെ കലവറയാണ് മുരിങ്ങ. പാകമായ വിത്തുകളിൽ നിന്നും 38 മുതൽ 40% വരെ ബെൻ ഓയിൽ എന്ന ഭക്ഷ്യ എണ്ണ ലഭിക്കുന്നു. ഈ എണ്ണയിൽ ബെബനിക് ആസിഡിൻ്റെ ഗാഢത കൂടുതൽ ഉള്ളതിനാലാണ് ഈ പേര് ലഭിച്ചത്. ശുദ്ധീകരിച്ച എണ്ണ വളരെ സുതാര്യവും മണമില്ലാത്തതുമാണ്. വേരുകൾക്ക് പ്രത്യേക ഗന്ധമുണ്ട്.
വേരുകളിൽ അടങ്ങിയിട്ടുള്ള പോളിഫിനോൾസ് എന്ന ഘടകമാണ് ഇതിന് കാരണം. പൂക്കൾ ബംഗാളി കറികളിൽ ധാരാളമായി ഉപയോഗിക്കുന്നു. ഇലകൾ സാധാരണയായി സൂപ്പ് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. മുരിങ്ങാത്തോരൻ കേരളത്തിൽ വളരെ പ്രശസ്തമാണല്ലോ. ഇലകൾ ഉണക്കിപ്പൊടിച്ച് അവയിലെ പോഷകഘടകങ്ങൾ നഷ്ടപ്പെടാതെ ദീർഘനാൾ സൂക്ഷിക്കാം. സൂപ്പുകളിലും സോസുകളിലും സ്മൂത്തികളിലും ഇവ ചേർക്കുന്നു. ബർമീസ് ഡ്രംസ്റ്റിക്ക് സൂപ്പ് കറി, ഫിലിപ്പൈൻസിലെ മുരിങ്ങയില ചേർന്ന ഫിഷ് സൂപ്പ്, മുരിങ്ങയില പൗഡർ ചേർത്ത ബ്രെഡ്. പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിൽ മുരിങ്ങയുടെ തൊലി, കറ, വേര്, ഇല, വിത്തുകൾ, പൂക്കൾ എന്നിവ മരുന്നായി ഉപയോഗിക്കുന്നു. മുറിവുണക്കുന്നതിനും വേദന കുറയ്ക്കുന്നതിനും അൾസർ, കരൾ രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, ക്യാൻസർ എന്നിവയ്ക്കും ഫലപ്രദമാണ്. കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും മുലയൂട്ടുന്ന അമ്മമാർക്കും ആഹാരത്തിൻ്റെ കൂടെ സപ്ലിമെൻ്റായി മുരിങ്ങ നൽകുന്നു. ലോകമെമ്പാടും ഏതാണ്ട് 140 സന്നദ്ധ സംഘടനകൾ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി മുരിങ്ങക്കൃഷി ഗൗരവത്തോടെ ചെയ്തു വരുന്നു. കൂടാതെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനും പാചക എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഇത് സഹായകമാണ്. ഇതിൽ നിന്ന് തന്നെ മുരിങ്ങയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാമല്ലോ. പോഷകസമൃദ്ധമായ ഒരു മുരിങ്ങമരം നമ്മുടെ പറമ്പിലും വളരട്ടെ. വീഡിയോ ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.